ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോഡക്റ്റ് യു സെൽ എന്നാണ് എനിക്ക് ആദ്യത്തെ ആൻസർ പറയാനുള്ളത്. ഇപ്പം റീസെൻ്റ്ലി ഞാൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഫിലിം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, മിക്കവാറും അത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഡക്റ്റ് ഒന്നും ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല. അതൊരു പടച്ചോൻ കാക്കും എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഫിലിമാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. എന്താണെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു കുട്ടി, അവരുടെ അമ്മ, അത് റംസാന്റെ സമയത്താണ്, ഈ റംദാന്റെ നോമ്പ് സമയത്താണ് ആ ഫിലിം വന്നത്. ആ കുട്ടിക്ക് ഓരോ സാധനങ്ങൾ കഴിക്കാൻ ആഗ്രഹമുണ്ട്, കിവി കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ ഇവരൊരു ഡെലിവറി ഗേളാണ് ഇവരുടെ അമ്മ, അവർക്കത് കിട്ടും. അത് കഴിയുമ്പോൾ അവർക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നതിനെ പറ്റി പറയുന്നു. അപ്പോൾ അവർക്ക് ഫ്രൈഡ് ചിക്കൻ ഒരു ഡെലിവറി. ആ ഫിലിം ആക്ച്വലി വി ഡിഡ് ഇറ്റ് ഫോർ മാക്സിമസ്. വിഷ്ണു നീൽ എന്ന് പറയുന്ന കൊച്ചിയിലുള്ള ഒരു പയ്യൻ തന്നെയാണ്. അവരുടെ തന്നെ വി ഡിഡ് എ ബിഗ്ഗർ ഫിലിം വിത്ത് ഷിൻസ് ആൻഡ് പ്രശാന്ത് ഒക്കെ ആയിട്ട് ഞങ്ങൾ വി ഡിഡ് എ ഫിലിം. 3 തരം ഫിലിംസ് നമ്മൾ അതിന് ചെയ്തു. ദിസ് ഈസ് എ പ്യുവർലി ഇമോഷണൽ വൺ. പക്ഷെ 6 മില്യൺ ആൾക്കാരോളം ഈ ഫിലിം കണ്ടിട്ടുണ്ട്, പടച്ചോൻ കാക്കും. പക്ഷെ പ്രോബ്ലം അവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യത്തിൽ മാക്സിമസിന്റെ ടാർഗറ്റ് ഗ്രൂപ്പ് അല്ല. അവിടെ ഇറ്റ് ഓൺലി ബിക്കംസ് എന്നൊരു ബ്രാൻഡിന്റെ ഒരു അവയർനെസ് നടക്കുക. ഇങ്ങനൊരു സംഗതി ഉണ്ട്, ഒരു 3 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെഡിമെയ്ഡ് ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടെന്ന് അറിയാം. ആൻഡ് ലക്കിലി ഞങ്ങളുടെ ടാർഗറ്റ് ഈ റമദാനല്ല, ഞങ്ങളുടെ ടാർഗറ്റ് അടുത്ത റമദാനാണ്. അപ്പൊ അത് ഭയങ്കര നന്നായിട്ട് സെയിലിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വി ഡിഡ് 3 ഫിലിംസ്. ഒരു ഫിലിം പക്ക ഫുഡ് ഫിലിമാണ്. നമ്മൾ ഫുഡ് ക്രേവിംഗ് ഉണ്ടാക്കാൻ ഫ്രൈ ചെയ്യുന്നു, പൊരിക്കുന്നു. ചെന്നൈയിൽ നിന്ന് ചെയ്ത് പക്ക സാധനങ്ങൾ വറുത്തെടുക്കുന്നു, മറ്റേ അതിന്റെ ക്രിസ്പിനെസ് കാണിക്കുന്നു. ഈവൻ ദ സൗണ്ട്സ് ലൈക്ക് ദ ക്രഞ്ചി സൗണ്ട്. ഇത് രണ്ടാമത്തെ ഫിലിം ഈസ് പടച്ചോൻ കാക്കും. ആൻഡ് 3ാമത്തെ ഫിലിം ഈസ് റാം റഹീം ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ 3 ഫിലിമിനും വി ആർ ഹാവിങ് 3 ഡിഫറെന്റ് പർപ്പസ് ആണ്. അപ്പോൾ ഇമോഷണലായിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ എന്തും പറ്റും. അതിനേക്കാളും നന്നായി സെല് ചെയ്യാൻ പറ്റുന്നതാണ് ഫൺ എന്ന് പറയുന്ന ആസ്പെക്ട്. ഇതേ സാധനം തന്നെ ഭയങ്കര ഫണ്ണി ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫണ്ണിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസ് വിൽ ക്രിയേറ്റ് എ ലംപ് ഇൻ ദ ത്രോട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ്. ഫണ്ണിന് റീകോൾ വാല്യൂ കൂടുതലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള പരസ്യങ്ങൾ ഉണ്ടല്ലോ, ആ പരസ്യങ്ങൾ കൂടുതൽ 10 എണ്ണത്തിൽ 8 എണ്ണം തമാശ പരസ്യങ്ങൾ, ഫൺ പരസ്യങ്ങളാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? നിങ്ങൾ ഈ 5 സ്റ്റാർ, വെൻ വി സേ അബൌട്ട് 5 സ്റ്റാർ, നിങ്ങൾ 5 സ്റ്റാറിന്റെ എല്ലാ പരസ്യവും ഓർമ്മയിടും. വെൻ വി സേ അബൌട്ട് ഫെവിക്കോൾ, എനിക്ക് എല്ലാ പരസ്യവും ഓർമ്മ വരും. അത് റീകോൾ വാല്യൂ കൂടുതൽ. നമ്മൾ തമാശ ജസ്റ്റ് പറഞ്ഞ് JEST ആണ് തമാശ എന്നുള്ള അർത്ഥത്തിൽ. ആ ജസ്റ്റ് ആണ് ശരിക്ക്. അത് ബ്രീഫാണ്, തമാശയുള്ളതാണ്. അത് നിങ്ങൾക്ക് എപ്പോഴും ഓർക്കാൻ എളുപ്പമുള്ളതായി. ഇതിന്റെ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയോ? അത് ഡിപ്പെൻഡ്സ് പ്യുവർലി ഓൺ പ്രോഡക്റ്റ്. ഇപ്പൊ നിങ്ങൾ ഒരു കഷണ്ടിയുടെ മരുന്ന് വെക്കുന്ന ആളാണെന്നൊക്കെ, കഷണ്ടിയുടെ മരുന്ന് വെക്കുന്ന ആൾക്ക് ഒരു ഇമോഷണൽ അപ്രോച്ച് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ അറിയോ? സംഗതി കഷണ്ടിയുള്ള ആൾക്ക് വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആ വിഷമം പറയാൻ പോയി ഇറ്റ് ആഡ്സ് ടു ഹിസ് പെയിൻ. അവിടെ നമ്മൾ ഇയാളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും, ഈ ഹെയർ ഇല്ലാണ്ടാണെങ്കിലും ഇയാൾ ഹെയർ ഒക്കെ കൊണ്ടുവന്ന സംഭവം, അവിടെ ഫൺ വർക്കാവും, അയാളുടെ ഒരു എനർജി. അവിടെ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോഡക്റ്റ് യു സെൽ. അതുപോലെ നിങ്ങളൊരു മരുന്ന് ആണ് സെല് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമോഷനും ഫിയർ ഫാക്ടറും തമ്മിലൊരു തിൻ ലൈൻ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ടി വരും. എന്താണെങ്കിൽ ഇമോഷൻ എന്ന് പറയുന്നപ്പോൾ ഒരാൾക്ക് അസുഖം വരുന്നു, അത് വരെ ഇമോഷൻ ആവും. പക്ഷെ അപ്പുറത്ത് മലേറിയ എന്നൊക്കെ പറയുമ്പോൾ അതിന് അവിടേക്ക് ഫിയർ എന്നുള്ള സംഗതി വരും. അപ്പൊ ഫിയർ ഫാക്ടർ നമുക്ക് ആർക്കും പേടിക്കാൻ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ ദർ ആർ സോ മെനി അതർ തിങ്സ് ടു ലുക്ക്. അതിന്റെ സ്ട്രാറ്റജി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനേക്കാളൊക്കെ റിസ്വാൻ എന്നല്ലേ പേര് പറഞ്ഞത് അല്ലേ? റിസ്വാൻ, എനിക്ക് എൻ്റെ യു ടേക്ക് ഇറ്റ് ഫ്രം മീ. ഞാൻ എന്തെങ്കിലും റിസ്വാൻ പറഞ്ഞു തരാണെങ്കിൽ ഞാൻ പറയുന്നത് ഇതിൽ ഏത് അപ്രോച്ച് എടുക്കണമെന്നത് പ്രോഡക്റ്റിനേക്കാളൊക്കെ വലുത് നിങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്താ നോക്കിയിട്ടാണ്. നിങ്ങളുടെ ആരാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പോകുന്നത്, ആർക്കാണ് ഇത് അറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പപ്പണി എന്താണെന്നറിയോ? നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ പൈസ എത്രയാന്ന് നോക്കിയാൽ. എത്ര രൂപയ്ക്കാണ് നിങ്ങൾ സെല് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ നിങ്ങൾ 50 രൂപയുടെ അണ്ടർവെയറാ വിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാറ്റഗറി ടാർഗറ്റ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. നിങ്ങൾ 900 രൂപയുടെ അണ്ടർവെയറാ വിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 900 രൂപയുടെ പ്രൈസ് വിൽ ചേഞ്ച് ദ കളർ, ഡിസൈൻ, അല്ലെ, ദ മോഡൽസ്, ദ വേ വി പ്രസന്റ്, ദ ഷോറൂം സ്റ്റൈലൊക്കെ മാറും. 50 രൂപയുടെ അണ്ടർവെയറിൽ അങ്ങനെ ഒരു ടെൻഷനും വരുന്നില്ല. ഞാൻ എല്ലായിടത്തും പറയുന്നത് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് റിസ്വാൻ. ഫൈൻഡ് ദ ടാർഗറ്റ് ഗ്രൂപ്പ്. ആ ടാർഗറ്റ് ഗ്രൂപ്പിന് എന്താണ് അപ്പീൽ ചെയ്യുന്നുള്ള പോലെ നോക്കുക. നിങ്ങൾക്ക് അതിന് പ്രിന്റ് ഓഫ് എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ചില ടാർഗറ്റിനെ ബേസ് ചെയ്ത് പിക് ബ്രാൻഡ് അംബാസഡേഴ്സ്. ഇയാളായിരിക്കും ഇതിന് ഷൂട്ട് ആവുക.
ഇറ്റ് മേ ബി അതിൻ്റെ ഇക്കണോമിക് ഇതായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫണ്ണായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റൈലായിരിക്കും, എന്ത് വേണമെങ്കിൽ ആവാം. ടാർഗറ്റ് ഈസ് ദ അൾട്ടിമേറ്റ്. നമ്മൾ കസ്റ്റമർ ഈസ് ദ കിങ് എന്ന് പറയുന്നത് തന്നെയാണ്. ആസ് എൻ അഡ്വർടൈസിങ് പ്രൊഫഷണൽ ടാർഗറ്റ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഫാക്ടർ. അതിനെ വെച്ചിട്ട് മാത്രമേ നമുക്ക് പണിയെടുക്കാൻ പറ്റൂ.